ഏറെ പ്രയരായിട്ടുള്ള കവികളിൽ പങ്കെടുക്കും. കാവ്യശിഖയും പുലിസപക്ഷമാണ് ഇന്നത്തെ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. മനുഷ്യാനുഭവങ്ങളുടെ ആന്തരികമായ സത്യയെ പ്രകാശിപ്പിക്കുന്ന ആവിഷ്കാര മാധ്യമമാണ് കവിത. ജനങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള ആയുധവും സമൂഹത്തിന് സ്വയം കാണാനുള്ള കണ്ണാടിയുമാണ് പ്രിയപ്പെട്ട കവിതകൾ. മലയാളമയുടെ സത്യസൗന്ദര്യങ്ങൾ വിളംബരപ്പെടുത്തുന്ന നിരവധിയായ കവിതകൾ മലയാളി മനസ്സിനെ എന്നും പ്രബുദ്ധമാക്കുന്നുണ്ട്. മലയാളമയുടെ സത്യസൗന്ദര്യങ്ങൾ വിളംബരപ്പെടുത്തുന്ന കവിതകൾക്കായി നമുക്ക് കാതോർക്കാം. ഇന്നത്തെ കവിതാലാപനത്തിൽ ആദ്യമായി ആമുഖമായി സംസാരിക്കുന്നത് നമുക്ക് അവരുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യനാണ്. പൊതുകവിതകളുടെ പ്രാരംഭം മുതൽ മലയാള സാഹിത്യ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് സെബാസ്റ്റ്യൻ. പുസ്തക പ്രസാദന രംഗത്ത് വേറിട്ടൊരു ശബ്ദമായി മാറിയ പുലിസ ബുക്സിൻ്റെ സാരഥി, ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ, വളർന്നു വരുന്ന എഴുത്തുകാരുടെ അവർക്കെല്ലാം ഒപ്പത്തിന് അവസരമേകൊണ്ട് ഒരു മികച്ച സംഘടനയായി മാറിയിരിക്കുന്നു ഇന്ന് സെബാസ്റ്റ്യൻ. ഇന്നത്തെ കവിതാലാപന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന വേണ്ടിയും ആമുഖമായി സംസാരിക്കുന്നതിനും ശ്രീ സെബാസ്റ്റ്യനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുക. ആദരണീയനായ പ്രിയപ്പെട്ട ജയകുമാർ സാർ, വേദിയിലുള്ള രാവുണ്ണേട്ടൻ, ജയറാം വാഴൂർ, സദസ്സിലുള്ള പ്രിയമുള്ള കവികളെ, എല്ലാവർക്കും നമസ്കാരം. കെ ജയകുമാർ എന്ന കവിയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് സ്ഥിരപ്രതിഷ്ഠനായ ഒരു കവിയാണ് കെ ജയകുമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വിരാജിക്കുകയും തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഓരോന്നിലും വിജയം വരിക്കുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഉന്നത വ്യക്തിത്വമുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കെ ജയകുമാർ സാർ. അദ്ദേഹം ഇതൊക്കെ എല്ലാം ആണെങ്കിൽ തന്നെ സർവോപരി അടിസ്ഥാനപരമായി പൂർണ്ണ അർത്ഥത്തിൽ ഒരു കവിയാണ് എന്നും അദ്ദേഹത്തിൻ്റെ വായനക്കാരായ നമുക്ക് അറിയാം. അദ്ദേഹം സർഗാത്മകതയുടെ ചൈതന്യം വേണ്ടുവോളം ലഭിച്ച ഒരു വ്യക്തിയാണ്. കവിതയിലും ചിത്രകലയിലും തിരക്കഥയിലും ലേഖനങ്ങളായാലും പ്രഭാഷണങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ചരിത്രഗാനങ്ങളായാലും അദ്ദേഹം അതിലെല്ലാം തന്നെ മികവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വം സമകാലികരായ മറ്റാർക്കും കൈവരിക്കാൻ കഴിയാത്തതിനേക്കാൾ ഉന്നതമാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മൂല്യവത്തായ കാവ്യ വ്യക്തിത്വമാണ്, സബരിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നും നമുക്കറിയാം. നമ്മുടെ പ്രത്യേകം ഈ കാലത്തെ നോക്കി, വർത്തമാനകാലത്തെ നോക്കി, നമ്മുടെ ഈ കാലത്തെ സംസ്കാരത്തെ നോക്കി, സാമൂഹിക അവസ്ഥകളെ നോക്കി, പ്രകൃതിയെ നോക്കി ആർദ്രതയോടെ ഉറച്ച മനസ്സോടെ പ്രതികരിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ
സർഗാത്മകമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ നിലപാടുകൾ നീതിക്കും മൂല്യങ്ങൾക്കും ഒപ്പമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കവി ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കവിതകൾ അവതരിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പരിഭാഷ പുസ്തകമായ 20 ലോക കവിതകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ആലാപനമാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയ എല്ലാ കവികളെയും പ്രത്യേകം പേരെടുത്ത് പറയാതെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ പരിപാടിയായ കവിതാ അവതരണങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പുസ്തക പ്രകാശനം, അതിനുശേഷം ചർച്ചയും. അങ്ങനെയാണ് നമ്മൾ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.